നോമ്പൊക്കെ എല്ലാവരുടെയും എവിടം വരായി? ഇന്ന് ക്ഷീണമൊന്നും തോന്നിക്കുന്നില്ല അല്ലേ? ഇന്ന് നല്ല വെയിലൊന്നുമില്ല. അതുകൂടാതെ നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൊല്ലം ഭാഗത്തേക്കൊക്കെ. ഇതാണെങ്കിൽ മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളെ പള്ളിയിൽ ചന്ദനക്കൂടെ ഉറൂസാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പോവുക. അപ്പം വഴി വന്ന് നിന്നാൽ മതി, ഉമ്മായും അനീത്തിയും വരുന്നതുകൊണ്ട് അവിടെ നിന്ന് ആട്ടോയിൽ പോകാമെന്നാണ് കേട്ടോ പറഞ്ഞത്. കുറേ നേരം അവരെ കാത്തു നിന്നത്. ആ തുമ്പിയുടെയും കിച്ചുവിൻ്റെയും വിച്ചുവിൻ്റെയും സ്കൂൾ ബസ്സാണ് കേട്ടോ അത് പോകുന്നത്. പിന്നെ എൻ്റെ മക്കളാണെങ്കിൽ ഭയങ്കര വണ്ടി ഭ്രാന്തന്മാരാണ് കേട്ടോ. ഏത് വണ്ടിയുടെ പേരും വിലയൊക്കെ അവന്മാർക്കറിയാം. ഈ വണ്ടി കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മച്ചി ഒന്ന് എടുക്കുന്നു പറഞ്ഞ് നിന്നേ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മായും അനിയത്തിയൊക്കെ വന്ന് അവർക്ക് പായസം വെച്ച് കൊടുക്കാനുള്ളൊരു നേർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിനകത്ത് കയറി ഞങ്ങൾ പള്ളിയുടെ മുമ്പിലോട്ട് എത്തി കേട്ടോ. പള്ളിയുടെ മുന്നിൽ നിന്ന് കുറേ മുന്നോട്ട് വരെ കച്ചവട സാധനങ്ങളുടെ ബഹളമായിരുന്നു കേട്ടോ. കളിപ്പാട്ടം ആയാലും ഫുഡ് ഐറ്റംസ് ആയാലും സർബത്ത്, നാരങ്ങ വെള്ളം, അങ്ങ് വേണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും സമയം ഒരു 6:30 അടുപ്പിച്ചായിരുന്നു കേട്ടോ. വഴിനീളെ കാണുന്ന സാധനങ്ങളെല്ലാം വേണമെന്നും പറഞ്ഞാണ് കേട്ടോ മക്കൾ നടക്കുന്നത്. ഉമ്മച്ചി അത് മേടിച്ചു തരുമോ, ഇത് മേടിച്ചു തരുമോ, എനിക്ക് അത് വേണം, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞൊക്കെ നടക്കുക. ഈ ആമ്പിള്ളാർ എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് കൊണ്ടുപോകാം, ഈ പെങ്കൊച്ചിനെ കൊണ്ടുപോകുന്ന ഭയങ്കര ഒരു പാടാട്ടോ. തുമ്പിക്ക് എന്തോ കണ്ടാലും അത് വേണം, അല്ലെങ്കിൽ അവിടെ കൈ കെട്ടി അവിടെ ഇരിക്കും. പിന്നെ വലിയ നിർബന്ധമൊന്നും ഉണ്ടാക്കത്തില്ല, ഞാനൊന്ന് കണ്ണുരുട്ടിയങ്ങ് എടുക്കുകയെ. അതാണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഉത്സവ സ്ഥലം പോലെ തന്നെയാണ് കേട്ടോ ഈ ചന്ദനക്കുട ഉറൂസം. ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ കൂടുതൽ നമ്മുടെ ബന്ധുക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ ഉമ്മാടെയൊക്കെ കുടുംബ പള്ളിയാണ് കേട്ടോ ഇത്. അപ്പം പണ്ട് കുഞ്ഞു നാളിലൊക്കെ ഞങ്ങൾ രാവിലെ കൊച്ചുമ്മാടെ വീട്ടിലോട്ടൊക്കെ പോയി അവിടെ നിന്നൊക്കെ ആഹാരമൊക്കെ കഴിച്ച് അവരെല്ലാം ഒന്നിച്ചാണ് കേട്ടോ പള്ളിയിലോട്ടൊക്കെ വരുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ അങ്ങ് പോകും. മക്കളതിന് ശേഷം അറിയാമല്ലോ 3 എണ്ണത്തിനെയും കൊണ്ട് വിരക്കുമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എങ്കിലും ഒന്ന് ഓടി വന്ന് ഉപ്പുപ്പായ ഒന്ന് കണ്ടിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ ചെന്ന ഉടനെ നമ്മൾ ഉപ്പുപ്പായ കണ്ട് പ്രാർത്ഥിച്ച്, പിന്നെ മൂക്കും മൂനും ഒക്കെ തലയിലൊക്കെ പട്ടൊക്കെ വെച്ചൊന്ന് പ്രാർത്ഥിച്ച് കേട്ടോ. യാസീനൊക്കെ ഓതി. അവിടെ ആണെങ്കിൽ നമുക്ക് നേർച്ച തരുന്ന ഒരു അവലേസ് പൊടിയാണ്, അതൊക്കെ മേടിച്ച് കഴിച്ച് മക്കൾക്കൊക്കെ അത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ കൊണ്ടുവന്ന പായസം കൊടുക്കണമല്ലോ. ഇവിടെ ആണെങ്കിൽ വിളി കേൾക്കുന്ന ഉപ്പുപ്പാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒജീനായിട്ട് നമ്മൾ എന്തെങ്കിലും സങ്കല്പിച്ച് കൊടുക്കുന്ന ഇലയപ്പവും കടിഞ്ചായയും ആണെന്ന് ഉമ്മ പറഞ്ഞുള്ള അറിവുണ്ട്. ഞാൻ എന്ത് പ്രാർത്ഥനയിലും ആദ്യം വിളിക്കുന്ന ഉപ്പുപ്പാടെ പേര് ഫക്ർ സാഹിബ് ഉപ്പ എന്നാണ് കേട്ടോ. ഈ വർഷം പായസം വെച്ച് കൊടുക്കാമെന്ന് അനിയത്തിക്ക് നേർച്ച ഉണ്ടായിരുന്നു. അവൾ വീട്ടിൽ നിന്നേ പായസം വെച്ചുകൊണ്ട് വന്ന്. പിന്നെ നമ്മുടെ ബന്ധുക്കളെയൊക്കെ കണ്ട് കുറച്ചു നേരമൊക്കെ വെളിയിൽ നിന്നൊക്കെ സംസാരിച്ച് പുറകോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ പായസമൊക്കെ ആൾക്കാർ തന്നെ എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കൊടുക്കേണ്ട വന്നില്ല, അതങ്ങനെ കേട്ടോ. നമ്മളായാലും അങ്ങനെ തന്നെ ഇരിക്കുന്ന പായസം എടുത്ത് കുടിക്കും. പിന്നെ നിലവിളക്കിൻ്റെയൊക്കെ ഒരു നേർച്ചയുണ്ട്, അത് അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് എനിക്ക് നടത്താം. തിരികെ ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ചെരുപ്പ് ഒരെണ്ണം കാണാതെ പോയി കേട്ടോ. പിന്നെ ഒത്തിരി നേരം അവിടെ നിന്ന് ചെരുപ്പ് നോക്കി. എൻ്റെ തുമ്പിയാണെങ്കിൽ ഓടിപ്പോയി എൻ്റെ ചെരുപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഷാൻ്റെ സമയമായി, വാങ്കൊക്കെ കൊടുത്ത് പിന്നെ അതിൻ്റെ പള്ളിയിലെ ഹൗറിലൊക്കെ ഒന്ന് കാണിച്ച് തരാവേ. പിന്നെ എന്തോ കുറേ നൊസ്റ്റാൾജി ഉണ്ട് കേട്ടോ പള്ളിയിലോട്ട് വരുമ്പോഴത്തേക്ക്. നമ്മൾ കൊണ്ടുവന്ന പായസമാണ് കേട്ടോ ഇത്. പിന്നെ തിരി എത്തിക്കാൻ പോയി. ഇവിടെ ആണെങ്കിൽ 3 മണി തൊട്ടൊക്കെ ദഫ്മുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് തീർന്ന്. ദഫ്മുട്ടിനകത്ത് എൻ്റെ ഒരു കൊച്ചുമാടെ മോനും കൂടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവൻ്റെയൊക്കെ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് വന്നേ, കുറേ താമസിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക്. പിന്നെ ജംഗ്ഷനിൽ വന്ന് കുറേ നേരം ഇരുന്ന് കാത്തു നിന്ന്. അതുകൊണ്ട് ഇവിടെയും അടികൂടലിന് ഒരു കുറവുമില്ല. നിങ്ങൾ കണ്ടില്ലേ എന്തോ ഒരു ജനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ തിരിയൊക്കെ കത്തിക്കാൻ പോയി. ഇത് തിരി എത്തിക്കുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാം കുറച്ചു നേരം അവിടെ തന്നെ നിന്നായിരുന്നു. ആ സമയത്താണെങ്കിൽ എൻ്റെ കൊച്ചാപ്പാട മക്കളും വലിയപ്പാട മക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്ക് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. നന്നായിട്ട് പള്ളി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കുംഭം 1 കൊടിയേറി കേട്ടോ. കുംഭം 10 ആകുമ്പോഴത്തേക്ക് ഉറുസ് തീർന്ന്. പിന്നെ നാണ്ട് നമ്മളെ ആട്ടിനെയൊക്കെ ഒത്തിരി ആടിനെയും കോഴികളെയൊക്കെ നേർച്ചയായിട്ട് കൊണ്ടുവരും ഇതിനകത്ത്. പിന്നെ നമ്മൾ നേരെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. നമ്മുടെ പള്ളി എങ്ങനെയുണ്ട്? അലങ്കരിച്ചൊക്കെ അടിപൊളിയല്ലേ? അപ്പം വീഡിയോ കാണുന്ന കൂട്ടുകാർ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനി സ്റ്റേജ് ലേലം വിളിയാണ് കേട്ടോ. കൊണ്ടുവന്ന കോഴികളെയൊക്കെ ലേലം വിളിച്ച് കൊടുക്കും. നല്ല നല്ല കോഴികൾ, നല്ല നാടൻ കോഴികൾ, പല സൈസിലുള്ളയും പല വിഭാഗത്തിൽപ്പെടുന്ന കോഴികളാണ് കേട്ടോ. നല്ല ലാഭത്തിനൊക്കെ ലേലം വിളിച്ചെടുക്കാം. ദാണ്ട് ചെമ്പെല്ലാം ഇവിടെ നിന്ന് വേവുന്നുണ്ട്. നമ്മുടെ ദിക്കറൊക്കെ കഴിഞ്ഞ് ഉജീനം കൊടുക്കാനാണ് കേട്ടോ. ഇവിടെ എത്ര പേര് വന്നാലും മുഴുക്കും അത്രയ്ക്ക് ഉണ്ടാക്കിയിടും. ഈ ആടിനെയൊക്കെ നാളത്തേക്കുള്ളതാണ്. നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ പൊതുവിധം കിട്ടും ചെല്ലുന്നവർക്ക്. ആട് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നെക്കൊണ്ട് എടുക്കുന്നതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തോ ഒരു നാണക്കേട് പോലെ തോന്നി പള്ളിയിലൊക്കെ പോയി ഒരു വീഡിയോ എടുക്കുന്നത്. എങ്കിലും നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതി വീഡിയോ എടുത്തതാണ് കേട്ടോ.
കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ട് ഭാഗത്തോട്ട് മാറിയിരിക്കേ. ഇവിടെ ഉസ്താദൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അത്ര നേരമൊന്നും ഞങ്ങൾ ഇരുന്നില്ല, കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് നമ്മളിങ്ങ് തിരിച്ചു പോരുന്നേ. ഞാൻ പറഞ്ഞില്ലേ, ലേലം വിളിക്കുന്ന കോഴിയാണ്, നാടൻ കോഴിയാണ്. സ്റ്റാർട്ടിങ് 50 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെ തുടങ്ങും. പിന്നെ അതങ്ങ് വിളിച്ച് ഒരു വില എത്തുമ്പോഴത്തേക്ക് അങ്ങ് നിർത്തുവേ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇനി മതിയമ്മ ഇരിക്കേണ്ട, വീട്ടിൽ പോകാന്ന്. തുമ്പിക്ക് തുടങ്ങിയിട്ടുണ്ട്, അത് വേണം ഇത് വേണം അത് വേണമെന്നും പറഞ്ഞ് അങ്ങ് ബഹളമായിരുന്നു. പണ്ടൊക്കെ ഇതിനകത്തോട്ടായിരുന്നു കേട്ടോ കച്ചവടങ്ങളൊക്കെ, പള്ളിക്കകത്തായിരുന്നു. ഇപ്പോൾ കുറേ വർഷം കൊണ്ട്, അതായത് ഒരു 2-3 വർഷം കൊണ്ട് പള്ളിയുടെ വെളിയിലോട്ടാണ് കേട്ടോ കച്ചവടങ്ങൾ. ഇതാ രണ്ടുപേരും കീരിയും പാമ്പുമാണ് കേട്ടോ. കുറച്ച് നേരം നിന്ന് ഭയങ്കര സ്നേഹമാണ്, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളവും അടിയാണ് രണ്ടുപേരും. എൻ്റെ അനിയത്തിയുടെ മോള നൈറ മെഹറിൻ, പിന്നെ എൻ്റെ തുമ്പിക്കുട്ടി അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങിയേ. വെളിയിലോട്ട് വീണ്ടും ഇതൊക്കെ തന്നെയാണ്, കളിപ്പാട്ടങ്ങളും പൊരി, വള, മാല. ഈ മാലയ്ക്കൊക്കെ 50 രൂപ മാത്രമേ ഉള്ളായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്, പക്ഷേ മേടിച്ച 2ൻ്റെ ഒന്നാകുമ്പോൾ തുമ്പി അത് പൊട്ടിച്ച് കളയും. ഈ ഉത്സവ സീസണും പള്ളിയിലെ ഉറൂസിൻ്റെയൊക്കെ അന്നാണ് കേട്ടോ ഈ കുറേ ആൾക്കാർക്ക് കുറച്ചെങ്കിലും കച്ചവടമൊക്കെ നടക്കുന്നത്. പിന്നെ കുറച്ച് പൊരിയും മതി ഇതൊക്കെ മേടിച്ച്, പിന്നെ തുമ്പിക്ക് വേണ്ടുന്ന വളയും മാലയൊക്കെ മേടിക്കുക ഉമ്മാടെ പറ്റായിട്ട് പറഞ്ഞു കേട്ടോ. ഞാൻ അങ്ങനെ കുറച്ച് വളയും മാലയൊക്കെ മേടിച്ചപ്പം അവിടെ മോഹം കാണിച്ച് അവിടെ നിന്നിട്ടുണ്ട്. അത് വേണ്ട ഇത് വേണ്ടെന്നും പറഞ്ഞു. പിന്നെ ഞാൻ വലിയ മൈൻഡ് കൊടുക്കാതെ അവൾക്ക് മാലയും 2 വളയും ക്ലിപ്പും ഒക്കെ മേടിച്ച് അനിയത്തിക്കും മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോനാണെങ്കിൽ കിടന്നങ്ങ് ഉറങ്ങിയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കുപ്പിവളയും കൂടെ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ കുപ്പിവളയൊക്കെ? പണ്ടൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ കുപ്പിവള. ഇപ്പം ഞാൻ അതൊന്നും ഇടാറില്ല. കണ്ടപ്പം ആഗ്രഹം തോന്നി മേടിച്ചു കേട്ടോ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് കൂടെ കൂട്ടണേ. നിങ്ങൾ ആരെങ്കിലും ഈ പള്ളിയിൽ വന്നിട്ട് കമന്റ് ചെയ്തേരെ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ.